Miss Class Room. We will discuss circles, maximum second chapter circles, the theories of problems. Subscribe to the bell icon and upload videos notification like share problems main chapter main questions based theorems first explain so video skip okay circle chapter full clear so a circle diameter speciality circle semicircle divided in diameter speciality ഒരു കോഡാണ് ന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കറിയാം ഡയമീറ്റർ എന്ന് പറയുന്ന ഒരു കോഡാണ് അല്ലേ സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് ലൈൻ തമ്മിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന ലൈനാണ് ഒരു കോഡ് എന്ന് പറയുന്നത് സോ അപ്പം ഡയമീറ്റർ ഒരു കോഡാണ് ഡയമീറ്ററിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ രണ്ട് സെമി സർക്കിൾ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഒരു അൺഈക്വൽ കോഡ് ആണെന്നുണ്ടെങ്കിൽ അതായത് ഡയമീറ്ററിനായിട്ട് അത് ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത് അതായത് ഒരു സർക്കിൾ ഉണ്ട് സർക്കിളിനകത്ത് നമ്മളൊരു കോഡ് വരയ്ക്കുമ്പോൾ അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് ആ സർക്കിളിനെ രണ്ട് ആർക്കായിട്ട് ഡിവൈഡ് ചെയ്യണം ശ്രദ്ധിക്കുക സർക്കിളിനകത്ത് ഒരു അൺഈക്വൽ കോഡ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ അല്ലാത്ത ഒരു കോഡ് അപ്പൊ ഇത് ചെറുതും അത് വലുതും അല്ലേ ഈക്വൽ അല്ലല്ലോ അപ്പൊ ഈക്വൽ അല്ലാത്തൊരു കോഡ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സർക്കിളിനെ രണ്ട് അൺഈക്വൽ ആയിട്ടുള്ള ആർക്കായിട്ട് ഡിവൈഡ് ചെയ്യും അപ്പൊ നമുക്കറിയാം ഒരു സെൻട്രൽ ആംഗിൾ ആണ് അല്ലെ സെൻട്രൽ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സെൻട്രലിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ സെൻട്രൽ ആംഗിൾ ആണ് സോ ഒരു സർക്കിൾ ഉണ്ട് സർക്കിളിൽ ഒരു ആർക്ക് ഒരു കോഡ് വരക്കുന്ന സമയത്ത് അത് രണ്ട് ആർക്കായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും ഒരാൾക്ക് വലുതും ഒരാൾക്ക് ചെറുതുമായിരിക്കും അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ആണെന്നുള്ളതൊക്കെ നമുക്കറിയാം സോ ഈ ശ്രദ്ധിക്കുക ഈ സെൻട്രൽ ആംഗിളിൽ നമ്മൾ എക്സ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയൊരു ഡിഗ്രി ആണ് അല്ലെ അവിടെ ഡിഗ്രീസ് മെഷർമെന്റ്സ് ഒക്കെ മാറി മാറി വരാം ഒരു വേരിയബിൾ ആയിട്ട് എക്സ് ഡിഗ്രി എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സർക്കിളിനകത്ത് ഒരു കോഡ് വരയ്ക്കുന്ന സമയത്ത് രണ്ട് ആർക്കായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും അതായത് ഈ ഒരു ആർക്ക് നമ്മൾ എടുക്കുക ശ്രദ്ധിച്ചോണേ ഈ ഒരു ആർക്ക് ഈ ചെറിയ ആർക്കുണ്ട് വലിയൊരു ആർക്കുണ്ട് അല്ലെ ഇത്രയും വലിയൊരു ആർക്കുണ്ട് ഇവിടെ ചെറിയൊരു ആർക്കുണ്ട് അപ്പൊ ഈ ആർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് അതിന്റെ മറിച്ചാകം എന്നൊക്കെ പറയില്ലേ സോ അപ്പം ഈ ആർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഇതിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് ഇതാണ് അപ്പം ഒരു സർക്കിൾ ഉണ്ട് സർക്കിളിൽ ഒരു കോഡ് വരക്കുന്ന സമയത്ത് രണ്ട് ആർക്സ് അവിടെ ഫോം ചെയ്യും അപ്പം ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് ഇതുമാണ് ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് ഇതുമാണ് അത് നമുക്ക് പരസ്പരം പറയാം അപ്പം ഈ ചെറിയ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ വലുതാണ് വലുതിന്റെ ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതാണ് മനസ്സിലായല്ലോ അപ്പൊ എന്താണ് ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ അല്ലെ സർക്കിളിൽ കോഡ് വരക്കുമ്പോൾ രണ്ട് അൺഈക്വൽ ആർക്കായിട്ട് ഡിവൈഡ് ചെയ്യും അതിനകത്ത് ചെറിയ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് എന്ന് പറയുന്നത് വലിയ ആർക്കാണ് വലിയ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് എന്ന് പറയുന്നത് ചെറിയ ആർക്കാണ് സോ ഇവിടെ ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിളിൽ ഞാൻ എക്സ് ഡിഗ്രി എന്നുള്ളൊരു വാല്യൂ ഏത് വേണമെങ്കിലും മെഷർമെന്റ് മാറി മാറി വരാം എക്സ് ഡിഗ്രി എന്നുള്ളൊരു വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ അതായത് ഓർത്തോണം ഈ സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് അല്ലെ ഇപ്പൊ എ എന്നും ബി എന്നും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെന്റർ ഒ എന്നും എ എന്നും ബി എന്നും ആ പോയിന്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതിന്റെ സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് ഏതൊക്കെയാണ് എയും ബിയും ആണ് ആ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് അല്ലെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുമ്പോൾ ഈ വലിയ ആർക്കിലേക്ക് വരക്കുന്ന ഒരു ആംഗിൾ ഇപ്പൊ നോക്കിക്കേ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഇമ്പോർട്ടന്റ് തിയറിയാണ് ഒരു സർക്കിളിൽ ഒരു കോഡ് വരയ്ക്കുമ്പോൾ ഒരു ചെറിയ ആർക്ക് ഉണ്ടാകുന്നുണ്ട് ഒരു വലിയ ആർക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം ചെറുതിന്റെ ഓൾട്ടർനേറ്റ് വലുതിന്റെ ഓൾട്ടർനേറ്റ് ചെറുതാണ് പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം സോ അവിടെ ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിളിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുവാണ് ഈ സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് ഒരു ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ സർക്കിളിലേക്ക് വരക്കുന്നൊക്കെ പറഞ്ഞില്ലേ സോ അതുപോലെ സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് അതായത് ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് x/2 ആണ് അല്ലെങ്കിൽ ഹാഫ് എക്സ് ആണ് ക്ലിയർ ആവുന്നുണ്ടേ കൺസെപ്റ്റ് ഒരു സർക്കിള് ഒരു കോഡ് വരയ്ക്കുമ്പോൾ രണ്ട് അൺഈക്വൽ ആർക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ചെറുതുമാണ് ഒന്ന് വലുതുമാണ് ചെറിയ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ വലുതാണ് വലുതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ ചെറുതാണ് അവിടെ ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിളിന് എക്സ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് എൻഡ് പോയിന്റ് സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എക്സിന്റെ ഹാഫ് ആയിരിക്കും x/2 ആയിരിക്കും ഇനി വേറൊരു കേസ് ഈ എന്താണ് ഈ സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് അതേ ആർക്കിലേക്കാണ് ഒരു ആംഗിൾ വരക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായോ
സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് ഓൾട്ടർനേറ്റ് ആർക്കിൽ വരക്കുവാണെന്നുണ്ടെങ്കിൽ എക്സിന്റെ പകുതി ആയിരിക്കും, സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. ഇനി സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് അതേ ആർക്കിലേക്ക് ഒരു ആംഗിൾ വരക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് x/2 ആയിരിക്കും. അതായത് സെൻട്രൽ ആംഗിളിന്റെ പകുതിയെ 180ൽ നിന്നും കുറയ്ക്കുന്നതായിരിക്കും. ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഒരു സർക്കിള് ഒരു കോഡ് വരയ്ക്കുമ്പോൾ രണ്ട് അൺഈക്വൽ ആർക്ക് ഉണ്ടാവും. ചെറിയ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് വലുതാണ്, വലുതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് ചെറുതാണ്. ഇനി അപ്പം ഈ എന്താണ് ഒരു കോഡിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് സെൻട്രലിലേക്ക് വരക്കുന്ന ആംഗിൾ സെൻട്രൽ ആംഗിൾ ആണ്. ആ സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരക്കുന്ന ആംഗിൾ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ്. ഇനി സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് അതേ ആർക്കിലേക്ക് വരക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിന്റെ പകുതിയെ 180ൽ നിന്നും കുറയ്ക്കുന്നതാണ്. അതായത് സെൻട്രൽ ആംഗിൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് x/2 ആണ്, എക്സിന്റെ പകുതിയാണ്, സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ്, ഓൾട്ടർനേറ്റ് ആർക്കി വരയ്ക്കുന്നുണ്ട്. ഇനി അതേ ആർക്കി വരയ്ക്കുമ്പോൾ സെൻട്രൽ ആംഗിളിന്റെ പകുതിയെ 180ൽ നിന്നും മൈനസ് ചെയ്യാം. അതായത് എക്സിന്റെ പകുതിയെ 180, 180 മൈനസ് x/2 ആണ്. അപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി വേറൊരു കാര്യം, ഒരു സർക്കിള് ഇതുപോലെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഒരു ആർക്ക് വരയ്ക്കുമ്പോ എന്താണ് ഇങ്ങനെ ഒരു ഇതുണ്ടാവുന്നുണ്ടല്ലേ. അപ്പം ഇങ്ങനെ വരക്കുന്ന ആംഗിൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിത് x/2 എന്ന് പറയുന്നതിന് വരെ ഇത് എക്സ് ആകുമ്പം ഇവിടെ ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും എന്ന് പറയുന്നത് 2x ആയിരിക്കും. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? അതായത് ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതിയായിരിക്കും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ രണ്ട് രീതിയിൽ പറയാം. ഒന്നെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിൾ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണെന്നും പറയാം. സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിളിന്റെ ഇരട്ടിയാണെന്നും പറയാം അല്ലെ. അപ്പം ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് x/2 ആണ്, ഇതിന്റെ പകുതിയാണ്. അല്ലെങ്കിൽ ഇത് എന്താണ് ഇത് ഒന്നാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടാന്ന് പറയുന്നത്. അപ്പൊ ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് 2x ആയിരിക്കും. ഇനി ഒരു ആർക്കിൽ തന്നെ ഒരുപാട് ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഉണ്ടാകുന്ന ആംഗിൾ ഇങ്ങനെ 2-3 ആംഗിൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഓൾട്ടർനേറ്റ് ആർക്കിൽ 2-3 ആംഗിൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ആർക്കിന്റെ എല്ലാത്തിന്റെ ആംഗിളിന്റെ വാല്യൂസ് ഒക്കെ സെയിം ആയിരിക്കും. അതാണ് ആംഗിളിന്റെ സെയിം ആർക്ക് അല്ലെ. ഒരു ആർക്കിൽ ഉണ്ടാകുന്ന എല്ലാ ആംഗിളിന്റെ വാല്യൂ. ഇപ്പൊ ഞാൻ പറയാ ഈ ഫിഗറിൽ തന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാകുന്നു. ഇതിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? x/2 ആയിരിക്കും. അപ്പൊ സെന്ററിന്റെ ഈ രണ്ട് എൻഡ് പോയിന്റ് ആണോ എന്ന് നോക്കിയാൽ മതി. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഈ സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെ വേണമെങ്കിലും വരയ്ക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താണ് സെൻട്രൽ ആംഗിൾ ഇവിടെ ഉണ്ട് അല്ലെ. എക്സ് എന്ന് പറഞ്ഞ സെൻട്രൽ ആംഗിൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെ മുകളിൽ തന്നെ വരച്ചാലും x/2 ആവും എന്നൊന്നും നിയമമൊന്നുമില്ല. നമുക്കിപ്പൊ ഇങ്ങോട്ട് വരച്ചാലും x/2 ആണ്. ഇനിയിപ്പം ഇങ്ങനെ വരച്ചാലും ഇതും x/2 ആണ്. നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചാൽ എങ്ങനെ x/2 ആണെന്ന് ശ്രദ്ധിച്ചേ. അതായത് ഇതിപ്പം ഇതാണല്ലേ സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റും ആണ് എക്സിന്റെ രണ്ട് എൻഡ് പോയിന്റ്. ഇതാണ് സെന്റർ എന്ന് ഓർക്കുക. എയും ബി ഒന്നും കൊടുക്കാം, തെറ്റിപ്പോവില്ല. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് അതായത് എയും ബിയും ജോയിൻ ചെയ്തിട്ട് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത്രയും പോർഷൻ, ഇത്രയെന്ന് പറയുന്നത് ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് അല്ലെ. ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെ വേണമെങ്കിലും വരയ്ക്കാം. അതായത് സെന്ററിന്റെ നേരെ മുകളിൽ വരണമെന്ന് സൈഡിൽ വരണമെന്നൊന്നുമില്ല. അപ്പോ ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അതിനെ വരയ്ക്കാം. അപ്പം ഓൾട്ടർനേറ്റ് ആർക്കിൽ ഇങ്ങനെ വരയ്ക്കാം. അതായത് എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് ലൈൻ ജോയിൻ ചെയ്ത് ഇങ്ങനെ വരയ്ക്കുന്ന ആംഗിളും സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. ക്ലിയർ ആയ കൺസെപ്റ്റ്. അതായത് ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിനകത്ത് കോഡ് വരക്കുമ്പോൾ രണ്ട് അൺഈക്വൽ പാർട്സ് ആയിട്ട് അൺഈക്വൽ ആർക്കായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോഴേക്കും എന്താണ് അവിടെ ഒരു സെൻട്രൽ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ആ സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഇവിടെയാണെങ്കിൽ എവിടെയാണെങ്കിലും ഓൾട്ടർനേറ്റ് ആർക്കിലാണോ രണ്ട് എൻഡ് പോയിന്റ് സെൻട്രൽ ആംഗിളിന്റെ ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് x/2 ആണ്. അപ്പൊ ഇങ്ങനെ അറ്റത്ത് വരുവാണെങ്കിൽ പോലും x/2 ആണ്. അവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ നിൽക്കുന്നത് ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലായിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ. ഇവിടെ ഒരു ആർക്കുണ്ട്, ആ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ആംഗിൾ നിൽക്കുന്നത് ഓൾട്ടർനേറ്റ് ആർക്കിലും ആയിരിക്കണം. ഈ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റും ആയിരിക്കണം. സോ അപ്പൊ സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ്. സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് അതേ ആർക്കിലേക്ക് വരക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ആംഗിളിന്റെ പകുതിയെ 180ൽ നിന്നും കുറയ്ക്കുന്നതാണ്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പറഞ്ഞ വേറൊരു കാര്യം എന്താണ്? അതായത് ഒരു ആർക്കിൽ ഉണ്ടാകുന്ന എല്ലാ ആംഗിളും
സെയിം ആണ്. ഇപ്പം പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് എക്സ്, അപ്പൊ ഇങ്ങനെ ഉണ്ടാവുക. ഇപ്പൊ ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതും എക്സ് ആ, അതായത് ഒരേ പോയിന്റിൽ നിന്ന് ഒരേ ആർക്കിലേക്ക് ഉണ്ടാകുന്ന, അതായത് ആംഗിൾ ഓൺ എ സെയിം ആർക്ക് ഇസ് ഓൾവേസ് സെയിം. ഒരേ ആർക്കിൽ ഉണ്ടാകുന്ന എല്ലാ ആംഗിൾസും സെയിം ആണ്. ക്ലിയർ ആയിട്ടുള്ള കൺസെപ്റ്റ്. അതായത് ഒരു സർക്കിൾ ഉണ്ട്, ഒരു കോഡ് ഉണ്ട്, അവിടുത്തെ സെൻട്രൽ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത്. സെൻട്രൽ ആംഗിളിന്റെ പകുതിയെ 180 നിന്നും കുറയ്ക്കുന്നതാണ് അതേ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് അതേ ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഒരു ആർക്കിൽ ഉണ്ടാകുന്ന എല്ലാ ആംഗിൾസിന്റെ വാല്യൂയും സെയിം ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് സർക്കിൾ ഇമാജിൻ ചെയ്യാം. ഇതുപോലെ ഒരു കോഡ് ഉണ്ട്. അപ്പം ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും അല്ലേ. ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ, ഇത് എക്സ് ആണെന്ന് ഇവിടെ ഉണ്ടാകുന്ന ആംഗിളിന് ഞാൻ y എന്നും വേറൊരു വാല്യൂ, ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ എക്സ് ആണെന്നുണ്ടെങ്കിൽ 180 - x/2 ആണ്. അപ്പൊ ഇത് y എന്നും കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ മനസ്സിലായല്ലോ അല്ലേ. അപ്പൊ അവിടെ രണ്ട് ആംഗിൾ ആണ് അല്ലേ. അപ്പൊ ഒരു ആർക്ക്, അപ്പൊ ഇവിടെ ഒരു ആർക്ക്, ഇവിടെ ഒരു ഇതുണ്ട്, ഇങ്ങനെ ഓർത്താൽ മതി. ഞാനിവിടെ എഴുതുന്നില്ല, എക്സ് എന്ന് എഴുതുന്നെങ്കിൽ എന്റെ വാല്യൂ മാറും. ഓക്കെ. അപ്പം ഇതുപോലെ ഈ ഫിഗറിന്റെ ഒക്കെ തന്നെ വേറൊരു മോഡലാണ്. ഇവിടെ ഇവിടെ ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ട്. അപ്പൊ ആ സെൻട്രൽ ആംഗിളിൽ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് അതേ ആർക്കിലേക്ക് ഒരു ആംഗിൾ വരച്ചിട്ടുണ്ട്. അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് ഒരു ആംഗിൾ വരച്ചിട്ടുണ്ട്. ഇനി അപ്പൊ ഈ x + y എന്ന് പറയുന്നത്, x ഡിഗ്രി പ്ലസ് y ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആ ഒരു ഐഡിയ കൂടെ മനസ്സിലാക്കിയിരിക്കുക. അതായത് ഇവരുടെ സം എന്ന് പറയുന്നത് സപ്ലിമെന്ററി ആണ്. സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും രണ്ട് ആംഗിൾസിന്റെ സം 180 ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടും സപ്ലിമെന്ററി ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ആർക്ക് ഉണ്ടാകുമ്പോൾ അതിന്റെ എന്താണ് ഓൾട്ടർനേറ്റ് ആർക്കിലും ഉണ്ടാകുന്ന ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രി ആണ്. അതായത് ഈ ഫിഗർ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ x + y = 180 ഡിഗ്രി ആണ്. അപ്പൊ ഈ തിയറീസ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററോട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ എന്താണ്? ഒരു സർക്കിൾ ഉണ്ട്, ഒരു കോഡ് ഉണ്ട്. അപ്പൊ കോഡ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സെൻട്രൽ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ്. സെൻട്രൽ ആംഗിളിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് അതേ ആർക്കിലേക്ക് വരക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിന്റെ പകുതിയെ 180 നിന്നും കുറയ്ക്കുന്നതാണ്. ഇനി ഒരു ആർക്കിൽ ഉണ്ടാകുന്ന എല്ലാ ആംഗിളും, അപ്പൊ ഇത് x/2 ആണെന്നുണ്ടെങ്കിൽ ഇത് x/2, അങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ആംഗിളും എന്ന് പറയുന്നതും സെയിം ആണ്. ഇനി എന്താണ്? ഒരു സർക്കിളിനകത്ത് എന്താണ് ഒരു ആർക്കിലും ഒരു ഓൾട്ടർനേറ്റ് ആർക്കിലും ഉള്ള ആംഗിളിന്റെ സം എന്ന് പറയുന്നത് അല്ലാതെ സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അതായത് അവരുടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. സോ അപ്പൊ ഇതാണ് ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം തിയറീസ്. ഇനി ഓരോ തിയറീസ് നമുക്ക് വായിക്കാം. ഫസ്റ്റ് വണ്ണായിട്ട് പേജ് നമ്പർ 49 അവിടെ ഒരു തിയറി കൊടുത്തിട്ടുണ്ട്. എന്താണ്? എനി കോഡ് വിച്ച് ഈസ് നോട്ട് എ ഡയാമീറ്റർ സ്പ്ലിറ്റ് ദ സർക്കിൾ ഇൻടു 2 അൺഈക്വൽ പാർട്സ് അല്ലേ. ഒരു സർക്കിൾ ഉണ്ട്, ഒരു സർക്കിളിന്റെ ഡയാമീറ്റർ അല്ലാത്തെന്ന് പറയേണ്ട കാരണം എന്തോ? ഡയാമീറ്റർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഈക്വൽ പാർട്ടാണ്, രണ്ട് സെമി സർക്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഡയാമീറ്റർ അല്ലാത്ത ഒരു കോഡ്, എനി കോഡ് വിച്ച് ഈസ് നോട്ട് എ ഡയാമീറ്റർ അല്ലാത്തൊരു കോഡ് സ്പ്ലിറ്റ് ദ സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു ഇൻടു 2 അൺഈക്വൽ പാർട്ട്. അതല്ല, ഒരു കോഡ് വരക്കണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അല്ല, രണ്ട് അൺഈക്വൽ പാർട്സ്, രണ്ട് അൺഈക്വൽ സർക്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി the angle got by joining a point on the larger part to the ends of the chord is half the angle got by joining the center of the circle to this end. അപ്പൊ കോഡിന്റെ എൻഡ് ഏതാണ്? ഈ എ എന്നും ബി എന്നും ആണ് അല്ലെ കോഡിന്റെ എൻഡ്. ആ എൻഡിൽ നിന്നും സെന്ററിലേക്ക് വരക്കുന്ന ആംഗിൾ അല്ലെ. അപ്പൊ എന്താണ്? the angle got by joining any point on the larger arc. ഇവിടെ ഒരു വലിയൊരു ആർക്ക് ഉണ്ടാവുന്നുണ്ട്. ആ വലിയൊരു ആർക്കിലേക്ക് ഒരു ആംഗിൾ വരക്കാണ് ബൈ ജോയിനിങ് ദ എൻഡ് പോയിന്റ് ഓഫ് ദ സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ എൻഡ് പോയിന്റ് വെച്ച് വരക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് അല്ലെ. ദിസ് ഹാഫ് ദ ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ് ദ സെന്റർ ഓഫ് സർക്കിൾ ടു ദീസ് എൻഡ്. അതായത് സെന്റർ ഓഫ് സർക്കിൾ, സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ആ എൻഡിലേക്ക് വരയ്ക്കുന്ന ആംഗിളിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്. Then the angle got by joining any point on the smaller part. അതുപോലെ തന്നെ സെയിം ആർക്ക്, അതായത് സ്മോളർ പാർട്ടിലേക്ക് വരക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? The chord is half the angle at the center is subtracted from 180. അതായത് സെന്ററിലെ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതിയെ, അതിന്റെ ഹാഫിനെ 180 നിന്നും സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. അതായത് ഇത് x ആണെന്നുണ്ടെങ്കിൽ ഇത് 180 - x/2 ആണ്. ക്ലിയർ ആയില്ലേ കൺസെപ്റ്റ്? സോ
ആ ബോക്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പേജ് നമ്പർ 51 രണ്ട് ബോക്സും കൊണ്ടുണ്ട്. അത് നമ്മളിവിടെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഒന്ന് നോക്കാം. The angle made by any arc of a circle on the alternate arc is half the angle made at the center. അല്ലെ, സെന്ററിനകത്ത് ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ സെന്ററിനകത്തുള്ളത് x ഡിഗ്രി ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് x/2 ആണ്. The angle made by an alternate arc are equal and a pair of angle on an alternate arc are supplementary. അതായത് ഓൾട്ടർനേറ്റ് ആർക്കും ആർക്കും തമ്മിലുള്ള ആംഗിൾ, പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് ഏതാ? സപ്ലിമെന്ററി ആംഗിൾസ്. സോ അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. സോ ഈ ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ട് പറഞ്ഞ കുറച്ച് ഐഡിയാസ് ഒക്കെ നമ്മൾ ഇപ്പോഴേ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരും. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.